നമസ്കാരം. സമക്ഷത്തിൽ ഇത്തവണ ആശങ്കാജനകമായി ഒരുപക്ഷെ ദിനം പ്രതി തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്ന കേരളത്തിലെ റോഡ് അപകട മരണ നിരക്കിനെ കുറിച്ച് തന്നെയാണ്. കേരളത്തിൽ പൊതുവെ റോഡ് അപകട മരണങ്ങളുടെ തോത് അന്താരാഷ്ട്ര നിലവാരത്തിലും 8 ഇരട്ടിയോളമാണ്. സാധാരണ പറയുന്നത് പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ 69 ലക്ഷം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വർഷം 4100ഓളം, ഏറ്റവും ഒടുവിലത്തെ വാർഷിക കണക്കിൽ 4098 മരണങ്ങളാണ് സംഭവിക്കുന്നത്. അന്താരാഷ്ട്ര ശരാശരിയുടെ 8 ഇരട്ടിയോളം വരുന്ന വർദ്ധിതമായ, ഏറെ ഭീഷണമായ, ആശങ്കാജനകമായി തുടരുന്ന ഈ റോഡ് അപകട മരണങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യത്തോടെയാണ് ഇക്കൊല്ലം തൊട്ട് 10 വർഷത്തേക്ക് ഒരു ദശവത്സര പദ്ധതി കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് കേരള പോലീസിൻ്റെയും ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ചത്. ഈ ദശവത്സര പദ്ധതിയുടെ അവസാനമാകുമ്പോഴേക്ക് കേരളത്തിലെ റോഡ് അപകട മരണനിരക്ക് അന്താരാഷ്ട്ര ശരാശരി വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നിലയിൽ നിന്നും 8-1 ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദശവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ ഈ ദശവത്സര പദ്ധതിയുടെ ആദ്യ വർഷത്തിലെ ആദ്യത്തെ 60 ദിവസങ്ങളിലായി ഇവിടെ 698 മരണങ്ങളാണ് റോഡ് അപകടങ്ങളിൽ സംഭവിച്ചത്. ഇത് ഭയാനകമായ ഒരു വർധനവാണ്. ഇത് ഏറെ ഉത്കണ്ഠാജനകമായി മാറുന്നത് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും ഉയർന്ന ജാഗ്രത സൂക്ഷിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുന്നതിനിടയിലുള്ള ആദ്യത്തെ കണക്കെടുപ്പിലാണ് ഈ ശരാശരി ഒരു മാസത്തിൽ 350ഓളം പേർ മരണപ്പെടുന്നു. കഴിഞ്ഞ 2 മാസക്കാലത്തെ കണക്കതാണ്. ആകെ കൂട്ടിപ്പറഞ്ഞാൽ 698 പേർ. ഈ ഒരു കണക്ക് ഞെട്ടിക്കുന്ന രീതിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി DGP ശ്രീ ജേക്കബ് പുന്നൂസ് തന്നെ മാധ്യമങ്ങളെ അറിയിച്ചത്. ബോധവത്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കർമ്മ പദ്ധതി തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി 10,000ഓളം സ്റ്റുഡൻസ് പോലീസ് കേഡറുകൾ കേരളത്തിൻ്റെ വിവിധ റോഡുകളിൽ, വിവിധ ജംഗ്ഷനുകളിൽ, വിവിധ കവലകളിൽ, ഏറ്റവും വാഹനത്തിരക്കേറിയ മേഖലകളിൽ റോഡ് ഗതാഗത സുരക്ഷിത നയങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ വേഷത്തിൽ റോഡുകളിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. 10,000ഓളം സ്റ്റുഡൻറ് പോലീസ് കേഡറുകൾ. ഒരു കാര്യം പറയട്ടെ, നമ്മൾ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും ചെലവാക്കുന്ന സമയം ഒഴിച്ചു നിർത്തിയാൽ, ഉറങ്ങുന്ന സമയം വീടുകളിൽ ചെലവഴിക്കുന്ന സമയം, അല്ലാത്ത സമയത്തിൽ ഏറ്റവും കൂടുതൽ നാം യാത്ര ചെയ്യുകയാണ് റോഡുകളിലാണ്. ഇതിനിടയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐന്ദ്രജാലികമെന്ന് തന്നെ തോന്നിപ്പോകാവുന്ന സിദ്ധിവിശേഷങ്ങൾ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നാവുന്ന ഇരുചക്ര വാഹനങ്ങളിലെ യാത്രകൾ. ഇങ്ങനെ ഈ യാത്രകൾക്ക് ഓരോ ദിവസവും നാം മണിക്കൂറുകളോളം ചെലവഴിക്കുന്നു. ഈ യാത്രക്കിടയിലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്, അപകട മരണങ്ങൾ സംഭവിക്കുന്നത്. ഇതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ സർക്കാർ ബോധവത്കരണ പരിപാടികളിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ സൂചനകൾ തന്നെയുണ്ട്? പക്ഷേ നാം പൊതുജനങ്ങൾ, റോഡ് ഉപയോഗിക്കുന്നവരും റോഡിലൂടെ വാഹനം ഓടിക്കുന്നവരുമായ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ്? ഹൃദ്രോഗത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും അധികം മരണം വിതക്കുന്നത്, അകാല മൃത്യു വിതക്കുന്നത് റോഡ് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ഗുരുതരമായ പരുക്കുകൾ ഏറ്റുകൊണ്ടുള്ള മരണങ്ങളാണ്. ഭയാനകമായ ഈ കണക്കുകൾ നമ്മുടെ മനസ്സിൽ 1000 ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുമ്പോഴും ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി നമുക്കിഷ്ടപ്പെട്ട വേഗതയിൽ, ഇഷ്ടപ്പെട്ട രീതിയിൽ
മറ്റുള്ളവർക്കുള്ള അസൗകര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ജീവൻ തന്നെ അപകടപ്പെട്ടേക്കുമെന്നുള്ള മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അപകടത്തിൽപ്പെട്ടവരുടെ കഥകൾ ഓർക്കുന്നതിനിടയിൽ പോലും നമ്മൾ ഈ ട്രാഫിക് ഗതാഗത ലംഘനങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തുന്നു. ഇവിടെയാണ് ഈ പ്രശ്നത്തിൽ ബോധവത്കരണത്തോടൊപ്പം തന്നെ സ്വയം ജാഗ്രതയും പൗരാവലിയിൽ ഉണ്ടാകേണ്ടുന്ന അത്യാവശ്യത്തെക്കുറിച്ച് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ, കൃത്യമായി പറഞ്ഞാൽ ഇക്കൊല്ലത്തെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരിൽ 80% ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ്. ബൈക്ക് യാത്രക്കാർ മരിച്ചത് 309 പേരാണ് ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. 50% പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. ഇരുചക്ര വാഹനങ്ങളുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇളം പ്രായത്തിലുള്ള കൈക്കുഞ്ഞുങ്ങളെപ്പോലും എടുത്തുകൊണ്ട് അച്ഛനമ്മമാർ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇത്തരം യാത്രകൾ അപകടങ്ങൾ ഏറെ വരുത്തുന്നു. ട്രാഫിക് അപകടങ്ങൾ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പോലീസ്, ഈ ട്രാഫിക് പോലീസ്, പ്രത്യേകിച്ചും പോലീസിലെ ഉന്നത വിദഗ്ധ സംഘം തന്നെ ഈ ഒരു പഠനം നടത്തിയത്. ഒരു ദിവസം ശരാശരി 10 പേർ മരിക്കുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ 2 മണിക്കൂറിലും കേരളത്തിലെ റോഡുകളിൽ അപകട മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാം. 309 ഇരുചക്ര വാഹന യാത്രികരും 241 കാൽനട യാത്രക്കാരുമാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടത്. ഇത് ആകെ മരിച്ചവരുടെ 80%-ഓളം വരും. കാറിലും ബസ്സിലും യാത്ര ചെയ്യവെയുണ്ടായ അപകടങ്ങളിൽ മരിച്ചവർ ഈ കണക്ക് പ്രകാരം 10%. മരണപ്പെട്ട കാൽനടക്കാരുടെ കണക്കുകൾ പ്രത്യേകമായ മറ്റൊരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മരിച്ച 241 കാൽനടക്കാരിൽ 148 പേരും 50 വയസ്സ് കഴിഞ്ഞവരാണ്. അതായത് 61%. പ്രായമേറിയവർ റോഡിൻ്റെ ഓരങ്ങളിലൂടെ നടക്കുമ്പോഴും റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഇത്തിരി സമയം ഒന്ന് കാത്തിരിക്കുക എന്നുള്ള ഒരു പൗരധർമ്മത്തെക്കുറിച്ച് വാഹനം ഓടിച്ചു പോകുന്ന എത്ര പേർ മനസ്സിൽ കരുതുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? സാധാരണഗതിയിലുള്ള ആ മുറിച്ചു കടക്കൽ മനുഷ്യത്വമുള്ളവർ, 80-85 വയസ്സുമായ വൃദ്ധജനങ്ങൾ പോലും ഒരുപാട് നേരം അവർ കാത്തിരിക്കും. എന്നിട്ടും അവർക്ക് ഒഴിവ് കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ കിട്ടിയ ഒരു ചെറിയ ഒഴിവിലൂടെ നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കും, പാത മുറിച്ചു കടക്കാൻ ശ്രമിക്കും. അപ്പോൾ അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം, അങ്ങനെ മരണപ്പെടുന്നവരുടെ എണ്ണം നിരവധിയാണ് എന്ന് ഈ 2 മാസത്തെ കണക്കുകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. സീബ്ര ലൈനിൻ്റെ കാര്യം അത് മറ്റൊരു പ്രശ്നമാണ്. വളരെ വ്യക്തമായി ഏതാണ്ട് 2-3 അടി വീതിയിലും റോഡിന് കുറുകെയുമായി വളരെ വ്യക്തമായ രീതിയിൽ അടയാളപ്പെടുത്ത സീബ്ര ലൈൻ കണ്ട് അതിലൂടെ സുരക്ഷിതമായി കടക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നവർ പകുതി വഴിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ തുരുതുര അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നു. അവർ കുടുങ്ങിപ്പോകുന്നു. അങ്ങോട്ട് പോകണമോ, ഇങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്യണമോ എന്നറിയാത്ത രീതിയിൽ. അവിടെ ക്യാമറകൾ പിടിപ്പിച്ചെങ്കിലും ട്രാഫിക് പോലീസ് പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തവരുടെ ലൈസൻസ് നമ്പറുകൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ സീബ്ര ലൈനുകളെങ്കിലും കാൽനടക്കാർക്ക് സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനമാണ് എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അങ്ങനെയല്ല. ഏറ്റവും അധികം പേർ മരിച്ചത് ലോറികൾ പോലുള്ള ഹെവി വാഹനങ്ങളുടെ ഇടിയേറ്റാണ്. 183 പേർ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. 2 മാസത്തെ കണക്കാണ്. ഇതിൽ 56 പേരും കാൽനടക്കാരാണ്. എന്നാൽ കാൽനടക്കാർ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റോഡരികിലൂടെ നടന്നുപോയ 74 പേരെ ഇരുചക്ര വാഹനങ്ങൾ കൊലപ്പെടുത്തി. 7 സൈക്കിൾ യാത്രക്കാരും ബൈക്കുകൾ തട്ടി മരിച്ചു. ഓട്ടോറിക്ഷ ഇടിച്ച് 17 കാൽനടക്കാർ മരിച്ചു. കാർ ഇടിച്ച് മരിച്ച കാൽനടക്കാർ 64. ഈ കണക്കുകളൊക്കെ എന്തിന് നാം ഇടയ്ക്കിടെ പറയുന്നു? തീർച്ചയായും ഈ കണക്കുകൾ ഇവിടെ നടക്കുന്ന ദുരന്ത കഥകളുടെ അടയാളങ്ങളാണ്. റോഡപകടങ്ങളെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കുടുംബങ്ങൾ കൂട്ടത്തോടുകൂടി യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകട മരണങ്ങൾ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ചെറിയ കുട്ടികൾ, പേരക്കുട്ടികൾ, ഇവരെല്ലാം ഉൾപ്പെടുന്ന
6, 7, 8 പേർ ഒരുമിച്ച് മരണപ്പെടുകയാണ്. അതിൽ നിർഭാഗ്യവാനായ ഒരു പിഞ്ചു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ബാക്കിയാകുന്നു. ആ കുട്ടികളുടെ ഇനിയങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? അതുപോലെ തന്നെ കുടുംബത്തിൽ ഗൃഹനായകൻ മരിക്കുന്നു, വീട്ടമ്മ മരിക്കുന്നു. അതോടുകൂടി ആ കുടുംബം തന്നെ തകരുകയല്ലേ? ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കൊച്ചു കേരളത്തിലെ ഈ റോഡ് അപകടങ്ങൾ. മറ്റൊരു കണക്കിൽ റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് 50 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ യൗവനദശ പിന്നിടാത്ത ആളുകളാണ് ഏറെയും കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത്. പിന്നെ പലതും നമ്മുടെ റോഡ് ആസൂത്രണത്തിൻ്റെ ക്രമക്കേടുകൾ കൊണ്ട് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. നമുക്കെല്ലാം പ്രിയങ്കരനായ നടൻ ശ്രീ ജഗതി ശ്രീകുമാർ ഞങ്ങൾ ഈ പ്രശ്നം അവതരിപ്പിക്കുന്ന ഈ ദിവസവും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വെല്ലൂർ ആശുപത്രിയിലേക്ക് പോകാൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെല്ലൂരിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അനുവാദം കാത്തുകിടക്കുകയാണ്. 1 മാസത്തിൽ ഏറെയാകുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. ദേശീയപാത 17 കോഴിക്കോടിനും മലപ്പുറത്തിനും ഇടയിലുള്ള ചേളാരിയിൽ, സൂക്ഷ്മമായി പറഞ്ഞാൽ പാണമ്പ്ര ഡിവൈഡറിൻ്റെ ഭാഗത്ത് വെച്ചാണ് ആ അപകടമുണ്ടായത്. ഇതുപോലെ ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള റോഡിൻ്റെ ദേശീയപാതയുടെ ചേർത്തല ഭാഗത്തു നിന്ന് തുടങ്ങുന്ന ഡിവൈഡറിൽ തട്ടിയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേത്രിക്കുള്ള നടിക്കുള്ള ഉർവശി പുരസ്കാരം നേടിയ മോനിഷ എന്ന് പറഞ്ഞ യൗവനത്തിൽ തൊട്ടു നിന്നിരുന്ന ആ പ്രായത്തിൽ മോനിഷ എന്ന നടി ഡിവൈഡറിൽ തട്ടിയുണ്ടായ ഒരു അപകടത്തിലാണ് മരണപ്പെട്ടത്. പെട്ടെന്ന് ഓർത്തു, സിനിമയുടെ ഒരു കാര്യമായതുകൊണ്ട്. ജഗതി ശ്രീകുമാർ തീർച്ചയായും അധികം സുഖം പ്രാപിച്ച്, പൂർണ്ണസുഖം പ്രാപിച്ച ആശുപത്രിയിൽ നിന്ന് കഴിയുന്നത്ര വേഗം പുറത്തു വരുമാറാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ ഡിവൈഡർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ട അധികൃതന്മാർ അതിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ ഡിവൈഡർ തന്നെ ഒരു വലിയ കഥയാണ്. ദേശീയപാത 17 തേഞ്ഞിപ്പലത്തിനും താഴെ ചേളാരിക്കും ഇടയിലുള്ള പാണമ്പ്ര അപകടങ്ങൾക്ക് കുപ്രസിദ്ധമായ ഡിവൈഡറാണ്. എസ് ആകൃതിയിലുള്ള വളവും തിരിവും കൂടെ കയറ്റവും മരണക്കിണി പോലെ ഒരു ഡിവൈഡറും. 40 വർഷങ്ങൾക്കിടെ 51 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയത്. ഓരോ ആഴ്ചയിലും 3-4 അപകടങ്ങൾ എന്ന തോതിൽ. 1990 ഒരു വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ഇവിടെ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെട്ടവർ 22 അതിന് ശേഷമാണ് 3/4 കിലോമീറ്ററോളം ഡിവൈഡർ സ്ഥാപിച്ചത്. ഡിവൈഡറിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിൽ തട്ടിമറിഞ്ഞ് ബൈക്ക് യാത്രക്കാർ മരിച്ചിരുന്നു. 5 മാസം മുമ്പ് ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ കുരുങ്ങി ഒരു സ്ത്രീ മരിച്ചു. ചേളാരി മുതൽ കോഹിനൂർ വരെയുള്ള പ്രദേശത്ത് ഡിവൈഡറുകളെല്ലാം വാഹനങ്ങൾ കയറി ഇറങ്ങി തകർന്ന നിലയിലാണ്. പലയിടങ്ങളിലും സിമന്റ് കട്ടകൾ മാത്രമാണുള്ളത്. മേലെ ചേളാരിയിൽ നിന്ന് ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഡിവൈഡറുകൾ കാണുമ്പോൾ നിയന്ത്രണം വിടുക പതിവാണ്. ഇതാണ് ജഗതി ശ്രീകുമാറിന് അപകടം സംഭവിച്ച ആ ഡിവൈഡറിൻ്റെ കഥ. കഴിഞ്ഞ വർഷം ആ ഡിവൈഡറിലുണ്ടായിരുന്ന റിഫ്ലക്ടറുകൾ, അതായത് വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രകാശങ്ങൾ തട്ടി പ്രത്യേകമായി അവിടെ ഡിവൈഡർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന റിഫ്ലക്ടറുകൾ, പ്രകാശ വികരണ സംവിധാനം, അത് തകർന്നു. അതിനുശേഷം അവിടെ പുലർച്ചെയും മറ്റും വരുമ്പോൾ ഡിവൈഡർ ഉണ്ടോ എന്നറിയാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവിടെ ഉണ്ടായ അപകടങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. ഡിവൈഡറിൽ തട്ടി അപകടങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി വിദഗ്ധ എഞ്ചിനീയർമാരും മറ്റും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ടാകാം ഡിവൈഡറിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 1 മീറ്ററോളം വരുന്ന ഒരു കോൺക്രീറ്റ് ഭിത്തി പണിയുകയാണ്. ഡിവൈഡറുകൾ കേരളത്തിൽ പല ഭാഗത്തുമുണ്ട്. പല ഡിവൈഡറുകളുടെയും നില പൂപ്പലും പായലുമൊക്കെ പിടിച്ച അവിടെ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് തോന്നാത്ത രീതിയിൽ കിടക്കുന്ന ഡിവൈഡറുകൾ എന്ന നിലയിലാണ്. റിഫ്ലക്ടറുകൾ ഇല്ലെങ്കിൽ ഡിവൈഡറുകൾ അപകടം ക്ഷണിച്ചു വരുത്തും.
റോഡ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ശാസ്ത്രീയ ബോധമുള്ള എഞ്ചിനീയർമാരാണ് ഇത്തരം നിർമ്മിതിക്ക് സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് വിശ്വസിക്കാമോ? 40 വർഷത്തിനിടയിൽ 50ഓളം മരണങ്ങൾ സംഭവിച്ച ചേളാരിയിലെ ഈ ഡിവൈഡർ ഇപ്പോൾ വീണ്ടും വീണ്ടും അപകടങ്ങൾ വരുത്തുന്ന പ്രദേശത്തെ റോഡ് സംവിധാനം അരനൂറ്റാണ്ട് കാലം അപകടരഹിതമാം വിധം പുതുക്കിപ്പണിയാൻ നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് ബുദ്ധിയില്ല എന്ന് കരുതാമോ? നൂറുകണക്കിന് അപകടങ്ങൾ സംഭവിക്കുന്ന ഇവിടെ അപകട സാധ്യതയുള്ള പ്രദേശം എന്ന് അനശ്വരമായ അടയാള ചിഹ്നമായി ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അസ്ഥികൂടത്തിൻ്റെ ചിത്രവും വരഞ്ഞു വെച്ച് മുൻസൂചന നൽകി ദശാബ്ദങ്ങൾ അങ്ങനെ ആ അപകട സാധ്യത തുടർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലില്ലേ? അത്തരം റോഡുകളുടെ ഈ പാണമ്പ്രയിലുള്ള എസ് വളവുകൾ പോലെയുള്ള വളവുകൾ നിവർത്തി നല്ല റോഡാക്കാൻ ആ റോഡിന് അടുത്ത് താമസിക്കുന്ന ഏതെങ്കിലും വൻകിട മുതലാളിമാരോ ജന്മിമാരോ തടസ്സമാണെങ്കിൽ അവരെ ജനഹിതത്തിൻ്റെ അതിശക്തമായ സമ്മർദ്ദത്തിന് വിധേയമാക്കിക്കൊണ്ട് ഭരണകൂടത്തിന് പ്രേരിപ്പിച്ചും നിർബന്ധിച്ചും ആ റോഡുകൾ വീതി കൂട്ടാനും അപകടമില്ലാത്ത രീതിയിൽ പുനഃസംവിധാനം ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ പൊതുമരാമത്ത് ഗവൺമെൻറ് സംവിധാനം? കണക്കുകൾ ഭീതിതമായ രീതിയിൽ ഇപ്പോഴും തുടർന്നു വരുന്നതിനിടയിൽ 10,000 വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ബോധവത്കരണം നടത്തുന്നത് നല്ലത് തന്നെ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ തലത്തിലും ബഹുജനങ്ങളുടെ തലത്തിലും നാം ചെയ്തേ പറ്റൂ. അതിനുള്ള ഇച്ഛാശക്തി നാം ഏറെ ഉപയോഗിക്കുകയും അർത്ഥം നശിക്കുകയും ചെയ്ത ആ വാക്ക് എങ്കിലും ഉപയോഗിക്കട്ടെ. ആ ഇച്ഛാശക്തി ജനങ്ങളുടെ ഭാഗത്തും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വേണം. 850ഓളം KSRTC ബസ്സുകൾ ഇപ്പോൾ കട്ടപ്പുറത്താണത്രേ, മാസങ്ങളായി. ഇതിൽ ചില ബസ്സുകളെങ്കിലും അത്യാവശ്യത്തിന് ഓടിക്കേണ്ടി വരുന്നു. ഇങ്ങനെ KSRTC ബസ്സുകൾ വേണ്ടത്ര അറ്റകുറ്റപ്പണികൾ നടത്താതെ ഓടിക്കുന്നതിൻ്റെ ഭാഗമായുണ്ടായ അപകടങ്ങളിലും കുറേ പേർ മരണപ്പെട്ടിട്ടുണ്ട്. KSRTC ബസ്സുകളുടെ ബ്രേക്കും ക്ലച്ചും പൊട്ടി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 60 അപകടങ്ങൾ, 35 മരണങ്ങൾ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ KSRTC ബസ്സുകൾ 190ഓളം അപകടങ്ങൾ മൊത്തത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതിൽ 140 പേരാണ് മരണപ്പെട്ടത്. KSRTCയുമായി ഏറെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമാഹരിച്ച കണക്കുകളാണ് ഇത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിൽ 30% അപകടങ്ങളും KSRTC ബസ്സുകളുടെ സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഉണ്ടായതാണ്. ഇതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടുന്ന കണക്കുകളാണ്. ഇതൊക്കെ നമ്മെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ള, റോഡ് കൾച്ചർ, ഗതാഗത സംസ്കാരം ഉള്ള ജനതയാക്കി മാറ്റാൻ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ജാഗ്രതയുടെ വസ്തുതകളാണ്. റോഡിൽ പൊലിഞ്ഞു പോകാനല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യജീവനുകൾ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അതെപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവം നിശ്ചയിക്കും. ഇങ്ങനെ നമുക്ക് സമാധാനിക്കാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? യാത്ര ചെയ്യുന്നതിനിടയിൽ ഏറെ പ്രിയപ്പെട്ട ജീവൻ പൊലിഞ്ഞു പോകുന്ന ഈ ദുരന്തമായ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ പാതകളെ, റോഡുകളെ സുരക്ഷാ യാത്രയുടെ സുഗമവീഥികളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സഹകരണാത്മകമായ, പരസ്പര പൂരകമായ ജാഗ്രത ഏറെ ആവശ്യമുണ്ട്. ആ ജാഗ്രതയിലേക്ക് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുടെ ദുരന്ത ഭീകര ചിത്രങ്ങളെങ്കിലും നമ്മെ നയിച്ചെങ്കിൽ, അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏപ്രിൽ 17-ാം തീയതി കേരളത്തിലെ റോഡുകളിൽ തങ്ങളുടെ രക്ഷിതാക്കൾ കൂടി ഉൾപ്പെടുന്ന പൊതുജനങ്ങളെ ബോധവത്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന 10,000 സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് വിജയകരമായ ഒരു ദൗത്യം ആശംസിച്ചുകൊണ്ട് ഈ വിഷയം ജനശ്രദ്ധയ്ക്ക് സമർപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.